ഹലോ. അഭിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. അഭിമാനത്തെ കുറിച്ചിട്ട് നമ്മൾക്ക് പറയാൻ വാക്കുകളില്ല. കാരണം അഭിമാനത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിച്ച് നടക്കുക. അതൊക്കെ അഭിമാനത്തിൽ പെട്ടതാണ്. ഒരു മനുഷ്യന്റെ അഭിമാനം നമ്മുടെ മുന്നിൽ വെച്ച് ഇല്ലാതാവുമ്പോൾ നമ്മൾ അതിൽ ഇടപെടേണ്ടതുണ്ട്. ഏറ്റവും വലിയ കാര്യമാണ് അത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ, ഒരു ചായപ്പീടികയിൽ നിന്നും ചായ കുടിച്ച് ഇറങ്ങുമ്പോൾ പൈസ ഇല്ലാതെ, പൈസ ഉണ്ടായിട്ടും പോക്കറ്റ് അടിച്ചു പോയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ മുന്നേ പറഞ്ഞിരുന്നു. അതിൽ പോക്കറ്റ് അടിച്ചപ്പോൾ പൈസ കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ ആ മനുഷ്യൻ അവിടെ അഭിമാനം നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ പല രീതിയിലും നമ്മൾക്ക് അഭിമാനം നഷ്ടപ്പെടാം. നമ്മൾ അഭിമാനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ ജോലിയെടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. പൈസ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അഭിമാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയാണ്. കൂടുതൽ പൈസ ഉണ്ടാക്കുവാൻ നമ്മൾ എന്തിനാണ് പ്രാപ്തരാകുന്നത്? ഒന്നുകിൽ വീട് വെക്കുവാനോ, അല്ലെങ്കിൽ കുട്ടികളെ കല്യാണം കഴിച്ചയക്കുവാനോ, അല്ലെങ്കിൽ അസുഖമുണ്ടായാൽ അതിനുവേണ്ടി പൈസ വേണം. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിന് എല്ലാം പൈസ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരും എന്നുള്ള ഒരു കാര്യവുമുണ്ട്. അതുകൊണ്ട് അപ്പോഴും നമ്മുടെ അഭിമാനം നഷ്ടമാവും. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അഭിമാനമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും നമ്മുടെ മുന്നിൽ വെച്ച് ഏതെങ്കിലും വിധത്തിൽ അഭിമാനം പോവുകയാണെങ്കിൽ നമ്മൾ അതിൽ ഇടപെടേണ്ടതുണ്ട്. നമ്മൾക്ക് കഴിയുന്ന വിധത്തിൽ ഇടപെടുകയും കഴിയുന്ന ആളുകളെ അതിലെ സഹായിക്കാൻ പ്രാപ്തരാക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു കടമയും മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾക്ക് ഉണ്ട്. അത് നമ്മൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതുമാണ്. നമ്മുടെ ജീവിതം സ്വസ്ഥമാണ്, നമ്മൾക്ക് പൈസയുണ്ട്, നമ്മൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, എല്ലാം എൻ്റെ ജീവിതം സ്വസ്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് നോക്കാതെ, പുറത്ത് മനുഷ്യർ കഷ്ടപ്പെടുന്നത് നോക്കാതെ, അഭിമാനം പണയം വെച്ചുകൊണ്ട്